ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കപ്പ് പാലും അതിലേക്ക് ഒരു കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം. ഇത് കുട്ടികൾക്കെന്ന പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പം ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ തിളപ്പിക്കാത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അതുപോലെ തന്നെ അതേ അളവിൽ ഒരു കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കണം. പാലെടുത്ത പാത്രത്തിൽ തന്നെ പൊട്ടുകടലയും അതേ അളവിൽ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പം പൊട്ടുകടലയും പാലും കൂടെ ഒന്ന് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പൊട്ടുകടല നന്നായിട്ട് തിളച്ച് ഇതുപോലൊന്ന് കുറുകി വെന്ത് വരും. ഒരുപാട് പാല് വറ്റിപ്പോകണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായ പാലോട് കൂടി തന്നെ നമുക്കിരിക്കണം. ഇനി നമുക്കിത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്താണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആ പാലും പൊട്ടുകടലയും കൂടെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അടുത്തതായി നമുക്കിതിലേക്ക് ഇനി ഒരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 10 അല്ലെങ്കിൽ 12 കാഷ്യൂനട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ഏലക്കയാണ്. അപ്പോൾ 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് എല്ലാം കൂടെ പൊടിഞ്ഞ് ഏലക്ക എല്ലാം പൊടിഞ്ഞ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കാനായിട്ട് നമ്മളെടുത്ത കപ്പിൽ തന്നെ 1/2 കപ്പ് പാല്, തിളപ്പിച്ചാറ്റിയ പാലാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അപ്പം തിളപ്പിച്ചാറ്റിയ 1/2 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒരുപാട് ലൂസുമല്ല എന്നാൽ തിക്കും അല്ലാത്ത രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി അടുത്തായിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നെയ്യും ഈ മിക്സും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള പാല് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ബോൾ പോലെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പാകമാകുമ്പം പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്ത ശർക്കര ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. നമ്മൾ പാലെടുത്ത പാത്രം തന്നെ അതേ അളവിൽ ആ ഒരു ബൗളിൻ്റെ അളവിലാണ് കേട്ടോ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ അളവിൽ തന്നെ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ബൗള് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടിനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ശർക്കര നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ശർക്കരയിലുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നന്നായിട്ട് നമ്മൾ മെൽറ്റാക്കി എടുക്കണേ. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് കൈ വിടാതെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയും പൊട്ടുകടലയുടെ മിക്സും കൂടി നന്നായിട്ടിപ്പം മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പാനിൽ നിന്നും നന്നായിട്ട് വിട്ട് വന്ന് നല്ല ബോൾ പാകത്തിൽ നമുക്കിത് വിട്ട് വരും. പാനിൽ നിന്നും സ്പാച്ചുലയിൽ നിന്നും ഇതുപോലെ നന്നായിട്ട് വിട്ട് വന്ന് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക്
നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ ഈവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് ഇത് അരച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ കാഷ്യൂനട്ടൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ അത് കിട്ടും. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും 4 മണിക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നല്ല മധുരവും എന്നാൽ ഹെൽത്തിയുമാണ്. പഞ്ചസാരയൊന്നും ചേർക്കാതെ നമ്മൾ ശർക്കര വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ വീട്ടിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ തയ്യാറാക്കി അവർ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരെണ്ണം എടുത്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നല്ല സോഫ്റ്റ് മാത്രമല്ല, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ തന്നെ ബദാം ഒന്ന് പൊടിച്ച് ഇതിങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത ശേഷമാണ് ബദാം ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പം ഇതേ ഷേപ്പിൽ കിട്ടാൻ കുറച്ച് പാടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബദാം ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ള അതിന് സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.